പാറു മോള് റെഡി ആയില്ലേ? ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പപ്പ എന്നുള്ള വിളി വേണ്ടാന്ന്. നീ എന്നെ പേര് പറഞ്ഞ് വിളിക്കാന്നല്ലേ നാട്ടുകാർ വരുന്നുള്ളൂ. എന്നെ നീ അച്ഛാന്ന് വിളിച്ചാ മതി. ആ മോൾ അമ്മേനെ വേണമെങ്കിൽ മമ്മീന്നോ ഡെമ്മിന്നോ വിളിച്ചോ, അതവർക്ക് ചേരും. ഓ സ്കൂളിലേക്ക് ഇപ്പൊ തന്നെ പോവാലോ. ഓ മനസ്സിലായി, ബർത്ത്ഡേ ബർത്ത്ഡേ. മിഠായി ഒക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫാഷൻ ആണ്, എന്നാലും വാങ്ങാം. അടുത്ത 14-ാം തീയതി എന്റെയും ബർത്ത്ഡേയാ. അത് ബർത്ത്ഡേ അല്ലേ? ചേട്ടാ ചെറിയ മിഠായി ഉണ്ടോ? ചെറിയ മിഠായിയോ? ഈ നഴ്സറി പിള്ളേർക്ക് കൊടുക്കുന്ന വില പറഞ്ഞ അതോ? ഒരു പാക്കറ്റ് എടുത്തോ. പപ്പ എനിക്ക് മാംഗോ മിഠായി മതി. അയ്യോ മാംഗോ മിഠായി എന്ന് മംഗലാപുരത്ത് കുറെ പേര് തലയിറങ്ങി വീണ് മോള് വായിച്ചില്ലേ? എന്നാ എനിക്ക് കിറ്റ്കാറ്റ് മതി. ഈ കാറ്റ് എന്ന് പറഞ്ഞ എന്താ? പൂച്ച. അത് പൂച്ച കൊടുക്കുന്ന മിഠായിയാ. എന്നാ എനിക്ക് 5 സ്റ്റാർ മതി. ഇക്കണക്കിന് പോയാൽ നീ 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് എന്നെ തൂക്കി വെക്കേണ്ടി വരും. 5 സ്റ്റാർ എങ്കിൽ 5 സ്റ്റാർ ഒരു പാക്കറ്റ് എടു. പറ്റില്ല എഴുതിക്കോ. എന്നാ പിടി. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഐ ആം ആൾസോ ഗുഡ് മോർണിംഗ് ടീച്ചർ. പപ്പ ഡാഡി ഡാഡി. പപ്പ പപ്പ ഇതാ എന്റെ ക്ലാസ് ടീച്ചർ. ടീച്ചർ meet my daddy. Nice to meet you, sir. I think you have to take some more care about your daughter's studies. Yes. Vajpayee is no prime minister, but he can honor of Kerala chief minister. LBW no smoking. STD IST. You school I office, but no time. My birthday. Happy birthday to you. Tingle tingle little star above me. Madam, take it easy. Many many returns of the golden dragon. Molu. Bye. എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ അവിടെ ഒന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്താ ഇത്? ഭിക്ഷ. ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാമെന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്കട്ടോ. നിൽക്കൂ, ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുപോണ്ട. തന്നെ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇവിടെ ആരുമില്ലല്ലോ. അകത്തോട്ടെങ്ങാനും പോയോ? പുരുഷനോട് ഉപമിച്ച സുപ്രഭാതം. ഹലോ, സുപ്രഭാതം. എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത്, പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തങ്കക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാന്ന് പറയാമോ? അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക്. അതല്ലേ തന്റെ ജോലി. അല്ല, ഈ കിണർ ഏത് ഭാഗത്താ? കിണർ. ഇതാണ് ഇതിന്റെ പരിസരത്ത് അടിച്ച് കൊതിനെ കൊല്ലുക. അത് കഴിഞ്ഞോന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതേ കണ്ടോ, മാങ്ങ വീണു. അതാണ് തങ്കക്കുട്ടൻ. മാറ്റട്ടെ. മരുന്ന് ഗുണം ചെയ്തു. ഇപ്പോഴാ തങ്കക്കുട്ടനായത്. എന്താ രാവിലെ കഴിച്ചത്? ഗോതമ്പ് പുട്ടും പപ്പടവും. പശുവോ? പശുവല്ല, ഞാൻ. അത് ശരി, തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത്. 2 ദിവസമായിട്ട് തീറ്റയില്ല, കുടിയില്ല. കല്യാണം കഴിഞ്ഞതാ? പശുവിന്റെയാ? ഇപ്പൊ ചോദിച്ചത് തന്റെ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മക്കള്? 3. വെരി ഗുഡ്. അപ്പൊ രോഗം പിടികിട്ടി. ആരുടെ? പശുവിന്റെ. ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാ.
അയവറക്കണ കണ്ടില്ലേ ഇങ്ങനെ പഴയതൊക്കെ വയ്ക്കുന്നു പോയ ക്ലീൻ, അതായത് വയറിളക്കി കളയണം. അതിനുള്ള മരുന്ന് ഞാൻ തരാം. പ്രഭുദേവേ, എന്താ ഈച്ച. എടാ പ്രഭുദേവേ. പ്രഭുദേവ നിന്റെ അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ. ഇയാളെ ഒരു കാര്യം. പ്രഭുദേവ ചേട്ടോ, ഡോക്ടർ വിളിച്ചത് കേട്ടില്ലേ? മോർണിംഗ് വന്നേടാ. പ്രഭുദേവ നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത്? ആണി രോഗം കാരണം കാല് നിലത്ത് കുത്താൻ വയ്യ. അപ്പഴാ അവന്റെ ഒരു വയറിളക്കി. എന്താ ഇത്? വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചവരി പിറ്റിയായിരുന്നു, വയറിളക്കി കൊണ്ടുവന്നു. ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ? അതിനെ ഷോക്കടിപ്പിച്ച് കൊല്ലുവോ? മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള പട്ടി. എന്ത് പറ്റി ചേട്ടൻ? പശുവിന് എന്ത് പറ്റി? നല്ല സുഖമില്ല. അയ്യടാ, ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഈ ഡോക്ടർ സാർ നേരിട്ട് വീട്ടിൽ വന്ന് ചികിത്സിച്ചാനല്ലോ. എന്താ അസുഖം? അകട്ടിലൊരു നീര് പോലെ. അകറ്റില്ല, നീരോടെ നിക്കട്ടെ. എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത്? അടുത്ത ആഴ്ച. ആണാ? ആരും അറിയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ. ഓഹോ, അപ്പോഴത് അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ? അതെ, ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ചോദിക്കാൻ നീ ആരാടാ പ്രഭുദേവൻ? പ്രഭുദേവ നിന്റെ അച്ചാച്ചൻ. എന്റെ അച്ചാച്ചനെ വിളിച്ചാൽ നിന്നെ അണപ്പല്ലേ? ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്തയോ? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ്. മോൻ ഇതിന്റെ അകത്ത് ഇടപെടണ്ട. ഇത് കണ്ട, ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ്. തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറിപ്പിക്കും. തനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും. ആൾമാറാട്ടോ? അതെ, കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു. പ്രഭുദേവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അറ്റൻഡർ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. അതുപോട്ടെ, താനാരാ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ. ഞാൻ അറിഞ്ഞില്ല കൊച്ചു ഡോക്ടറെ. അപ്പൊ അകിടിന്റെ കാര്യം? അകിടി മണ്ണാങ്കട്ട പാലിൽ തീ പിടിച്ചപ്പോൾ അകിടി കൊണ്ട് വന്നത്. അകിടി കാലുപോയി, കുടത്തി കാലുപോയി. ഡോക്ടറെ, ഒരു കൊച്ചു ആണിരോഗിയാണ് ഡോക്ടറെ. ഞാൻ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. ഊരിയെടുക്കാനായിട്ട് മുമ്പിൽ മാറണോ? ആ മുഖം കണ്ടിട്ട് മൃഗഡോക്ടറാണെന്ന് തോന്നിയില്ല. ക്ഷമിക്കണം ഡോക്ടറെ. ഞാനൊന്നും ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങനെ ഒരു ഡോക്ടറിന്റെ ആവശ്യമില്ല. ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ? കണ്ണൂരാണ്, കണ്ണൂര്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ? ഇവിടുത്തെ സ്കോർ നിലവാരം 2-2 നിന്നെ കൂടി കൊന്ന് മൂന്നാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് വന്ന പുള്ളിക്ക് തിരിച്ചു പോവാം. ചാർജ് എടുക്കാൻ വരുന്ന ഓരോ ഡോക്ടർമാരെയും ബോംബിന്റെ കഥ പറഞ്ഞ് വിരട്ടി ഓടിക്കുന്ന പോലെ എന്നെ തുരത്താൻ നോക്കണ്ട. ഏത് മാപ്പാടാ? ഇന്ത്യയുടെ സൊമാലിയുടെ? ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഈ വ്യാജനോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മിണ്ടാപ്രാണികളെ ചെറുതായിട്ടൊന്ന് കവളിപ്പിച്ചിട്ടുണ്ട്. സാറ് കോപ്പാക്കണം, മാപ്പാക്കണം. ഏതായാലും താൻ തെറ്റ് മനസ്സിലാക്കിയല്ലോ. അത് മതി. എടാ പ്രഭുദേവാ, ഇത് പട്ടിയുടെ കഴുത്തിലിടുന്ന തൊടലല്ല. മേലാൽ ഇത് കൈകൊണ്ട് തൊട്ടാ. അങ്ങനെ എന്താണ് കിളിക്കുന്നത്? അവൻ നിർത്തൂല. BP ഉള്ളത് കൊണ്ട് ടെൻഷൻ വരുമ്പോ ചിരിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അവന്റെ അച്ഛൻ ചെന്നപ്പോ പൊട്ടിച്ചിരിയായിരുന്നു. ഇതുപോലെ കസേര എണീക്കണോ? ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു ഡോക്ടർ മതി. അത് ഞാനാണ്. അവിടെ ഈ കസേര താനിനി ഇവിടെ ഇരിക്കണം വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ലീഗലായിട്ട് തനിക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കാനും എനിക്ക് പവറുണ്ട്. പവർ ഹൗസ് ചവറേ, ഉത്തരം പറയാതെ സാറിനെ അനുസരിക്കണോ? എടാ വെളുത്തവനെ അപ്പാന്ന് വിളിക്കാൻ തെണ്ടി. നീ ആരാണ് എന്നെ പറഞ്ഞനുസരിപ്പിക്കാൻ? ഇത് എന്റെ സാമ്രാജ്യമാണ്. ഞാൻ ഇവിടുത്തെ രാജാവാണ്. ഇതെന്റെ സിംഹാസനമാണ്. കിരീടം കാലയിലാണെന്ന് മാത്രം. കസേരയോട് തിരിച്ചു കസേര നീ മോഹിക്കണ്ടടാ. ഓടാതെ ചേട്ടാ ആ കൊച്ചു ഡോക്ടറോട് എന്റെ ചിട്ടി ചേരാൻ പറയൂ. പോടിയപ്പുറത്ത് ഒരു ചിട്ടിയും ചട്ടി പൊട്ടിക്കും ഞാൻ. മാറി നിൽക്കും രോഗികളെ. എന്റെ രോഗികളുടെ മുന്നിൽ വെച്ച് എന്നെ ഓടിക്കരുത്. ഉണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, താരം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുത്തി ഉറക്കല്ലേ. സുപ്രഭാതം സുപ്രഭാതം. ഇന്ന് തന്റെ ഒടുക്കത്തെ യാത്രയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസ് തരാൻ ഇതിന്റെ അവസാനത്തെ തരില്ല.
പ്രഭ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിലെ ചേട്ടന് വേണ്ടുന്ന എല്ലാ വിറ്റാമിൻസും ചേർത്തിട്ടുണ്ട്. ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് കയറി പിടിക്കും. ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുറയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ടിരുന്നാട്ടെ. ഇരിക്കേ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്? ശിവാജി ഗണേശൻ അങ്ങനെയൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട. പാല് കുടിച്ചാ. എന്നാ ജയപ്രഭ നിന്റെ പങ്ക്. വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചോ. ഒറ്റയ്ക്കാൻ കുടിച്ചോണ്ടാ മതി. അയ്യടാ, ഇയാടെ എച്ചില് കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നിറക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കൊരാളെ കൊണ്ടുവരാൻ പറ്റോ? എടാ കാല, കരിക്കട്ട കൊണ്ടിരിക്കുന്ന താനും വെള്ളം കട്ടി കൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ ചേരും? കല്യാൺജി ആനന്ദ്ജി പോലെ, ലക്ഷ്മികാന്ത് പേരല്ലാരി പോലെ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. പറഞ്ഞേക്കാം. മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? ഇത് തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റാ? താൻ പാല് കുടിച്ചില്ലേ? അതിലുണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? അങ്ങോട്ട് ഞാൻ അർജുനൻ പിള്ളയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ പോണ്ട. ചേട്ടനെന്താ ഓടണേ? ഓടുന്നതല്ല മോളെ, ഓടിക്കുന്നതാ. മീന മോളെ ഇങ്ങോട്ടാ കാലത്തെ ഞാൻ തച്ചത് വാങ്ങാൻ. ചിൽഡ്രൻ ഉണ്ടാവും ഒരു 15 രൂപ എടുക്കാൻ. എന്റെ 15 തയ്ച്ചില്ലെങ്കിൽ ഒരു 14 രൂപ തന്നാ മതി. ഗതി പിടിക്കൂല ഇതൊന്നും. മീനെ വിളിക്കണ്. എന്തിനാ അതെന്താ കാശ് എന്താന്ന് അറിയൂല അല്ലേ? നമ്മള് മീന്റെ കായ്, മീന്റെ കാശ് മീനോട് ഒതുക്കി നീ മാങ്ങി തിന്ന കായ്. എന്നാ ആദ്യം പറഞ്ഞാ പോലെ ഞാൻ തരൂലായിരുന്നു. മുണ്ടഴിക്കരുത്, ഒന്നുമില്ല. ഉണ്ടോ ഇല്ല എന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. അയ്യ അതല്ല, കഴിച്ച അടിയിലൊന്നും ഇല്ലെന്നാ പറഞ്ഞ. ഞമ്മടെ അടുത്ത് വേണ്ടടാ മാറേ. ഞാൻ പറഞ്ഞതല്ലേ അടിയിലൊന്നുമില്ലെന്ന്. കൊള്ളാലാടാ, അനക്കിത് കണ്ടിന്യൂ ചെയ്യാട്ടാ. അയ്യോ മോളാണ് വല്ലതിന്റെ. അപ്പൊ പോയി കേടാരെങ്കിലും ഒന്ന് താ. മുണ്ടേരാൻ പറഞ്ഞ മുണ്ട് തന്നെ. റബ്ബേ, ഇതിലൊക്കെ നമ്മൾ മീൻ മേടിച്ചു മാറ്റിയ. മീൻ എടുത്തിട്ട് എന്റെ മുണ്ട് ഇങ്ങെടുത്താ. നാളെ ഇല്ലാത്ത അടക്കെന്തിനാണ് മുണ്ട്? പൊയ്ക്കോ, എന്തെങ്കിലും തന്റെ മുണ്ട് അണ്ടർവെയർ അടക്കം ഞാൻ ഊരി എടുക്കൂടെ. കാക്കേ കാക്കേ എന്താ നീളം കേട്ടത്? കുളിക്ക. ഷർട്ടൊക്കെ ഇട്ടിട്ടോ? ഷർട്ടിനെ കൂടി ഒന്ന് കുളിപ്പിക്കാന്ന് കരുതി. രാവിലെ കുറിയൊക്കെ തൊട്ട് വീട്ടിൽ വന്നാണല്ലോ. അതെ, എനിക്ക് യമകണ്ഠക ശരീരം ദോഷമുണ്ട്. ആണോ? അതുള്ളത് കൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞിട്ടും കുറി തൊടണം. ഈ ദോഷമുള്ളവർക്ക് ആഴ്ചയിൽ 4 ദിവസം നല്ല ദിവസമല്ല, ബാക്കി 3 ദിവസം മോശ. ഓ, അപ്പൊ ശനി ഞായറോ? അന്ന് ഹോളിഡേ അവധി ദിവസം, അന്ന് എനിക്ക് കുറി തൊടണ്ട. എന്നാലേ വേഗം കുളിച്ചു കയറിക്കോ. വേലിയർക്കാണ് വെള്ളം മുഴുവൻ മാറ്റിപ്പോ. ആണോ? പറഞ്ഞത് നന്നായി. എന്തു പറ്റി? വേലിയിറക്ക. പിന്നെ നീ കണ്ടിട്ടാ? ഒരു പിന്നെ ഇല്ല. പട്ടിയുണ്ടോ എന്തോ? ഓ, ഇത് തന്നെയാണോ ഇനി? ഇത് തന്നെയായിരിക്കും. കേറി ചെല്ലാം വാടാ. എന്നാ വാ. എന്ത് കണ്ടാലും തലയിടും. നീർക്കോലി നടക്ക്. ഇവിടെ ആരുമില്ലേ? ആരോഗത്തുണ്ട്. ആരാത്? ദിലീപിന്റെ വീടല്ലേ? അതെ. മക്കളെ എവിടുന്നാ? ഞങ്ങള് ദിലീപിന്റെ കൂട്ടുകാരാ. ദിലീപിന്റെ കൂട്ടുകാരാ? വാ, വാടാ. മക്കള് കയറിയിരിക്കെ. ദിലീപില്ലേ? അവൻ പുറത്തു പോയിരിക്ക. മോൻ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. എന്നെ പറഞ്ഞ ചിലപ്പോ അറിയായിരിക്കും. ഞാൻ പൊന്നമ്പലത്ത് തറവാട്ടിലാ. മോൻ പൊന്നമ്പലത്തെ തറവാട്ടിലാണല്ലേ? മക്കളിരിക്കും, ഞാൻ കുടിക്കാൻ എന്തേലും കൊണ്ടുവരാട്ടോ. കുടിക്കാല്ലേ? ഇപ്പൊ കൊണ്ടുവരാട്ടോ. ഇവിടെ ഇരിക്കാം. അല്ലെങ്കിൽ അവിടെ ഇരിക്കാം.
ദിലീപിന്റെ അമ്മ നല്ല അമ്മയല്ലേ? എനിക്കിഷ്ടായി. എനിക്ക് എന്തിനാ വെള്ളം എടുക്കുന്നത്? ഇതുകൊണ്ട് എനിക്കൊരു ആവശ്യം ഉണ്ടല്ലോ. തിന്നാൻ കൂടെ വല്ലതും കൊണ്ടുവരായിരിക്കില്ലേ? സാമ്പിൾ നോക്കായിരുന്നു. അല്ല ലഡുവോ ജിലേബിയോ മിച്ചറോ മിച്ചറൊക്കെ തിന്നിട്ട് എത്ര നാളെ നീ സത്യാഗ്രഹം കാണിച്ച് നാണക്കെട്ട് ഉണ്ടാക്കല്ലേ? അത് ലഡു ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തിന്നിട്ട് തള്ളക്ക് വട്ടാണ്. വാ ചുമ്മാ എല്ലാവരും വീട് പറഞ്ഞു തരാത്തത്. എന്ത് പറ്റി? ആ തള്ള വെള്ളം കൂരി ഒഴിച്ചു എന്റെ മേത്ത്. അയ്യോ ചേച്ചിക്ക് വട്ടാണ്. ആരാ? ഞാനോ? ദിലീപിന്റെ അമ്മാവൻ. ഹലോ അമ്മാവനാ? കണ്ടത് ഏതായാലും നന്നായി. ദിലീപിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തവരെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പൊന്നമ്പലത്ത് തറവാട്ടിലെന്ന് പറഞ്ഞപ്പോഴാ ആ തള്ള വെള്ളം കൂരി. മോനും പൊന്നമ്പലം തറവാട്ടില്ലേ? ഏയ് ഞാൻ പാലപ്പള്ളി തറവാട്ടിലേ. പാലപ്പള്ളി തറവാട്ടിലാ? ചേച്ചേ കുറച്ച് വെള്ളം തിളപ്പിക്കേ, നമുക്ക് ഇവരൊന്ന് പുഴുങ്ങി തിന്നാം. അയ്യോ ചേച്ചി സാവിത്രേ, ഒരു സന്തോഷ വാർത്ത. എന്റെ പണി പിന്നെയും പോയി. കഞ്ഞിയണ്ട നാണം കെട്ടവനെ. ഇതോടെ ചേർത്ത് 54ാമത്തെ പണിയല്ലേടാ നിനക്ക് പോയി. അമ്മ നുണ പറയരുത്. 53ാമത്തെ പണി. എടാ പാപ്പാന്റെ പണി കൂടി കളഞ്ഞിട്ട് നിനക്കിനി തൊലക്കണ മൂടാ കിട്ടാ. ആ തങ്കപ്പന്റെ ലോറിലെ കിളിപ്പണി പോയപ്പോഴും അമ്മ ഇതന്നെയല്ലേ പറഞ്ഞത്? ഒരു പണി പോയാ വേറെ പണി. കിട്ടില്ല പണി. അമ്മേ ചില്ലറുണ്ട് ഒരു 10 രൂപ തരാൻ. പണി കിട്ടുമ്പോ തിരിച്ചു തരാം. പണി കിട്ടിയിട്ട് വാ, അപ്പ തരാം. പാവം തള്ള. എന്തിനാണാവോ ഇതിനിങ്ങനെ ഇട്ടേക്കണത്? എടാ, എടാ. അയ്യോ. എടാ ബുൾസൈ എവിടാ? അല്ല ബുൾസൈ മേടിച്ചു വെക്കാൻ സാറ് പറഞ്ഞില്ലല്ലോ. എടാ തിന്നണ ബുൾസൈ അല്ല, നിന്റെ ഹെഡ്ലൈറ്റിൽ ഒരു കറുത്ത പുള്ളിയില്ലേ, അതെവിടെയാണ്? ആ ഇവിടുത്തെ പുള്ളിയോ? അതും മഴയത്ത് ഒലിച്ചു പോയി സാർ. മഴയത്തോ? ഈ അടുത്ത കാലത്തൊന്നും മഴ ഉണ്ടായിട്ടേ ഇല്ലല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ മഴയത്ത് ഒലിച്ചു പോയതാ. അപ്പൊ ഒരു കൊല്ലം നീ പുള്ളി ഇല്ലാതെ നടന്നല്ലേ? നിന്റെ വണ്ടി 2 മാസം എന്റെ കസ്റ്റഡി കിടക്കട്ടെ, എന്നാലേ ശരിയാവൂ. സാർ ഈ പുള്ളിയിട്ട പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു ഈ പുള്ളി 2 കൊല്ലത്തേക്ക് പോവില്ലെന്ന്. ആ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ വേറൊരു പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു മറ്റേ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന്. പിന്നീട് അറിഞ്ഞത് ഈ പുള്ളിയിട്ട പുള്ളി അമ്മ. കൂടുതൽ സംസാരിച്ചാൽ നീ ഒരു ജയിൽ പുള്ളിയാവും. എടാ നീ ആദ്യം നന്നാകും, എന്നിട്ട് സ്വയം നന്നാകാൻ നോക്ക്. ഇരിയടാ. വേണ്ട ഞാനിവിടെ പിടിച്ചു നിന്നോളാം. തുറക്കടാ. തുറന്നു കിടക്കല്ലേ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കണം. എടുക്കടാ. തരാൻ സാറേ സാറേ അത് സാറേ അത് ഞാൻ സാറേ സാറേ അത് പെട്രോളാ. സാറേ നാളെ പമ്പ് മുടക്കായതുകൊണ്ട് ഞാൻ ഇന്ന് വാങ്ങിച്ചു വെച്ചതാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീപ്പെട്ടി വരച്ച് കാണിച്ചു തരാം. ഇതൊന്ന് ഊതി നോക്കിയ മുമ്പിലേക്ക് നോക്ക്. സാറേ പോവല്ലേ സാറേ, ഞാൻ ഈ തീയുടെ മുമ്പിലേക്ക് ഒന്ന് ഊതിയ പെട്രോൾ ആണെന്ന് തെളിയിച്ചു തരാം. സാറേ സംശയം ഉണ്ടെന്ന് നോക്കിട്ടോ, ഇത് പെട്രോളാ. ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ചായ. എടോ നായരെ, ആ മുനിസിപ്പാലിറ്റി ഇതുവഴി എങ്ങനെ പോകണുണ്ടോ? ആര് തങ്കക്കൂട്ടനോ? ആ കട്ടം തന്നെ. ഇന്നലെ വൈകുന്നേരം ഇതുവഴി ഒഴുകി പോകുന്ന കണ്ടു. ഇന്നതുവരെ കണ്ടില്ല. എന്താ കാര്യം? 5000 രൂപ കടം വാങ്ങിച്ച് മാസം 3 ആയി. ഇപ്പൊ മുതലുമില്ല പലിശയില്ല. 2 മാസത്തെ പറ്റി ഇവിടെ തരാനുണ്ട്. ഏതായാലും താൻ എനിക്കൊരു ചായ ഇട്. ആ ഇരിക്കേട്ടോ. 1000 പാദസോരങ്ങൾ വിരുങ്ങി അമ്പലപ്പുഴ. എന്റെ ഭഗവതി. ഇതാ ചായ. ആ ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കൂട്ടൻ. ആ സുനി പുറകിലുണ്ടല്ലോ. തങ്കക്കൂട്ട തങ്കക്കൂട്ട എന്താ? ഞാൻ തങ്കക്കൂട്ടനല്ല. തങ്കക്കൂട്ട നിക്കണവിടെ. എന്താ കേട്ടോ, എനിക്ക് കാശ് തരാനുള്ള. വാ വാ ആ വാ തങ്കക്കൂട്ട നിക്കണവിടെ.
ചാക്ക് ഞാൻ കുറച്ച് കാശ് കൊടുക്കാണ്ട് അവർ ഗ്യാങ് ആയിട്ട് തല്ലാൻ അടിച്ചിടുന്നു. എന്റെ രക്ഷിക്കണം പ്ലീസ്. എടാ എന്റെ മുതലാളിയെ കാശ് കടവ് വാങ്ങിച്ചിട്ട് മുഖവും മോടി മുങ്ങി നടക്കാണില്ല. എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെ കൊല്ലും. വേണ്ട മുതലാളി, എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചിളക്കാം. ഈച്ചവന്റെ ഷേപ്പ് മാറ്റും. നിങ്ങളെ നീ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചപ്പോൾ തിരിച്ചെന്നില്ല. തന്റെ 5000 രൂപ വാങ്ങിച്ചുള്ളൂ. എന്റെ രൂപ 50,000 വാങ്ങിച്ചത്. ഒരു വർഷമായി ഇതുവരെ തന്നിട്ടില്ല. പലിശയും ചേർത്ത് 1,00,000 രൂപയായി. ഇവനെ നമ്മുടെ സംഘത്തിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ ശരിയാവും. വണ്ടി കയറണം, വണ്ടി കയറണം. അപ്പൊ എന്റെ കാശ് തൽക്കാലം ഈ പമ്പ് വാങ്ങിച്ചോട്. ആ പമ്പിങ്ങിതാ നിന്റെ വയറ്റ് പഴുപ്പാ. താനിത് വെച്ചോ. ഇവൻ തരാനുള്ള കാശ് വരുമ്പോ താന് തിരിച്ചു കൊടുത്താൽ മതി. അതുവരെ താ ഓയിൽ അടിച്ചോ. എങ്ങോട്ടാ അളിയന്മാര് 3 പേരും കൂടെ? നിന്റെ അമ്മയുടെ നായര് അളിയന്മാരോ? എന്താ അളിയന്മാര്? നമ്മുടെ അർജുനൻ പിള്ളയുടെ 3 മരുമക്കളല്ലേ അവര്? എടാ എന്നെ ഏൽപ്പിച്ചിട്ട് അവരെ പറ്റിച്ചറിഞ്ഞല്ലോ. നീ അങ്ങോട്ട് പൊക്കോ, ഞാനിവിടെ ഞാൻ അങ്ങോട്ട് നോക്കട്ടെ. എന്റെ വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം കാണിക്കുന്നോളാം. 4 കാലുകളും. എടാ ഇവിടെ എന്റെ ഭാര്യയുടെ ഇനിയും തല്ലണം, തല്ലി കൊല്ലണം. ഇങ്ങനെ ഒരു അസുഖവുമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഇവൻ മരിക്കുന്നതാ. അസുഖം? അതെ സർ. പാതിരാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് അന്യന്റെ ബെഡിൽ കയറി കിടക്കുക. അതർ വുമൻസ് ബെഡ് ഷെയറിംഗ് ഫോർമുല എന്ന് മെഡിക്കൽ ടെർമിനോളജി പറയും സാർ. എനിക്ക് അടുത്ത വീട്ടിലെ ബെഡ്റൂമിൽ പോകണം. വലത്തോട്ട്. ഓക്കെ. കണ്ടില്ലേ സാർ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ പറ. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്? 1 or 2 പ്രാവശ്യം കൈ അബദ്ധം പറ്റി 5 or 6 പേര് മരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തുരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു. ഫലവത്തായില്ല. പക്ഷെ എന്നെ സസ്പെൻഡ് ചെയ്ത് പകരം വീട്ടുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എന്തൊരു ചേർച്ച! ഇപ്പഴാ തിരിച്ചറിഞ്ഞത്. ഒരു വർഗബോധം ഉണ്ടായത്. നീ എന്താ ജാസിഗിത്തിന്റെ പാട്ട് പാടും? എന്താണ് ഇത്? ജാസിഗിത്തിന്റെ പാട്ടാ? എന്തോ ആ കാല് എന്തിന്? കാല് പിടിച്ച് മാപ്പ് പറയാനാ? മനുഷ്യരോട് ടെൻഷൻ അടിച്ച് അടുക്കുമ്പോൾ ഓടോ മാറി. സാറേ, കാക്ക വിളിച്ചാൽ കൊക്കാകൂല, കമ്പൗണ്ടർ വിളിച്ചാൽ ഡോക്ടർ ആകൂല. എനിക്കറിയാം. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ മാറ്റമില്ല. ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവനെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി. സാറേ, ഞാൻ എവിടെ വേണമെങ്കിലും ആണയിടാം. ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടറെ ഞാൻ ജീവിച്ചോളാം. ഇത് സത്യം. ചന്ദ്രപ്പൻ സത്യത്തിൽ എന്റെ അച്ഛനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. എന്റെ അപ്പം മരിച്ചോയില്ലടാ. എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ഈ അമ്മണിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെ ആവണം. അത് നടക്കില്ല. എന്റെ കയ്യിലൊരു നാടൻ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലടി. രത്നമ്മയിൽ നിന്നും ഞാൻ ഈ കരിങ്കാലത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയോ, അമ്മിനിക്കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്കുക എന്റെ ഈ മുരിക്കുട്ടൻ. താനൊരു വികാര ജീവിയല്ലോ. തന്റെ പരിണിതമായ ആവശ്യത്തിന് ആരെങ്കിലും തടസ്സം സഹിക്കണോ? സഹിക്കോ? മാറിക്കണോ? തന്റെ ഈ ഓഞ്ഞ കളെ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും.
സമരമുറയിലൂടെ ഞാനത് നേടിയെടുക്കും. മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ. നാടൻ കൊണ്ട് നാട് നന്നാക്കുക, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക, വിദേശ ബീജം കിച്ച് ഇന്ത്യ. സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാടൻ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടർ ആവണ്ട, എനിക്ക് കമ്പൗണ്ടർ ആയാൽ മതി. വേലുവേലിന്റെ വേല നോക്ക്. എന്തെന്നെ തല തേക്കണത്? കാച്ചിയെ വിളിച്ചെണ്ണ. ഈശ്വര, അതാണ് തലയിലെ പേൻ പോവാത്തത്. തലയിലെ പേൻ പോവാനായിട്ട് ഏറ്റവും നല്ലത് ബലയെ കുളിച്ചത് എണ്ണയാണ്. അതുപോലെ അറിയില്ല ഈ സാധനത്തിന്. ഈശ്വര, ഒന്നും മിണ്ടാനും പറയാനും സമ്മതിക്കില്ല. അപ്പൊ ഒതുക്കും ഈ സൂര്യൻ. ആ പിന്നെ ഡാൻസ് എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. കുട്ടി പോയിക്കോളൂ. അതെ, എന്റെ നാളും പേര് ഓർമ്മയുണ്ടല്ലോ. കല്യാണ ആലോചന വേണ്ടി വന്നാ പേടിക്കണ്ട കേട്ടോ. എന്റെ ഗിഞ്ചര ഭഗവതി, എന്നെ കൊണ്ട് സെഞ്ചുറി അടിപ്പിക്കരുത്. എന്റെ 99ാമത്തെ ആലോചനയാണിത്. ദാ വരുന്നു തെറ്റിദ്ധരിക്കണതേ. എന്താ എന്താ എന്നെ വിളിച്ചത്? അച്ഛൻ സൈലന്റ്. അതെ, ഇവരെന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്യാമെന്നവരാ. ഈശ്വര, സോറി ഉണ്ട് കേട്ടോ. പിണങ്ങല്ലേ. എന്നാണ്, എവിടെയാണ് പ്രോഗ്രാം? കുച്ചിപ്പുടി വേണോ, മോഹിനിയാട്ടം വേണോ, അതോ മയിലാട്ടം മതിയോ? മയിലോട്ടോ? അതെന്ത് കച്ചേരിയാ? മയിലാട്ടം എന്താണെന്ന് അറിയില്ല ചേട്ടന്? ദൈവം തമ്പുരാനെ പറഞ്ഞുതരാം. ഈ മയിലാട്ടം എന്ന് പറഞ്ഞാലേ, ഞങ്ങള് കുറെ പേര് ഇങ്ങനെ മയിലിന്റെ പീലി മൂട്ടിൽ വെച്ച് കെട്ടിയിട്ട് ഓ തെയ്യാരോ തക 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 തെയ്യാരോ തക 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 ഇങ്ങനെ തുള്ളുന്ന ഒരു ഡാൻസ് ആണ് മയിലാട്ടം. ഇവരെന്റെ കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നവരാ. ഈശ്വര, പാദസരം മേടിക്കാന്ന് മനസ്സിൽ കണ്ടതെല്ലാം പോയി. എന്നാ പരിപാടി? അടുത്ത മാസം 28-ന്. ആ, അന്ന് ഒഴിവില്ല. പൊക്കോ പൊക്കോ. നീ ആ ഡയറി ഒന്ന് എടുത്തു നോക്കി. എടുത്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നല്ല. എന്നാലും എടുക്കാൻ പറഞ്ഞല്ലേ, എടുത്തേക്കാം. കൃഷ്ണ നീ ബേഗനെ മാരോ, കൃഷ്ണ നീ ബേഗനെ. പട്ട് തന്നെ തന്തയ്ക്ക്. ആ, അടുത്ത മാസം ഒരേ ഒരു ഒഴിവുണ്ട്. അതെന്നാ? വരുന്ന മാസം 28-ന്. അന്നല്ലേ ഞങ്ങൾക്കും വേണ്ടത്. അന്നത് കൊണ്ടൊക്കോ. മാഷേ, അഡ്വാൻസ് കൊടുത്തു. അല്ലല്ല, പൈസയുടെ കാര്യമൊക്കെ ഇവനായിട്ട് ആയിക്കോളൂ. ഞാനങ്ങോട്ട് ഇതാ. അയ്യോ, പിടിച്ചേ. ഇത് കള്ളനോട്ടൊന്നുമല്ലല്ലോ. അന്നെങ്കിൽ തന്നേ. ആ, അല്ല, കൈപ്പറ്റിന് വല്ല രസീതോ മറ്റോ? എന്താ ഞങ്ങളെ വിശ്വാസില്ലേ? വിശ്വാസം ഇല്ലെങ്കിലേ 28-ാം ചേട്ടൻ മരിച്ചില്ലെങ്കിൽ അവിടെ വെച്ച് കാണാം. തെറ്റിദ്ധരിക്കട്ടോ. അയ്യടാ. ആരാ മനസ്സിലായില്ല? മനസ്സിലാവില്ലെന്നറിയാം. 2 വർഷം പുറകിലേക്ക് ഒന്ന് ചിന്തിച്ചേ. ചിന്തിച്ചു, എന്നിട്ട് മനസ്സിലാവില്ല. സഹകരണ ബാങ്കിലെ മാനേജർ ഓർമ്മയുണ്ടോ? രാമേന്ദ്രൻ നായര്, നല്ല പൊക്കവും തടിയുള്ള ആള്. ആ മാനേജറാണോ ഞാൻ? അയ്യോ, ഇതെന്ത് പറ്റി? എന്ത് പറ്റിയെന്നാ? 2 വർഷം മുമ്പ് നിനക്ക് ലോൺ വരുമ്പോഴേ ഇതുപോലെ 170 കിലോ ഉണ്ടായിരുന്ന ഞാൻ, നീ ലോൺ തിരിച്ചടയ്ക്കാത്തന്റെ ടെൻഷനില് ക്ഷീണിച്ച് ഇപ്പൊ 22.5 കിലോ ആയി. നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് കണ്ടിട്ടാ ഞാൻ കാശ് തന്നത്. ആ പറഞ്ഞതിനൊന്നും ഇപ്പോഴും ഒരു കുറവില്ല. എനിക്ക് ഒരു അവധി കൂടി തരാം. ഇനി ഒരവധിയാ? ഒരവധി കൂടി താങ്ങാനുള്ള അവധി ഈ ശരീരത്തിനില്ല. ഈ 18-ാം തീയതി എന്റെ കടം വീട്ടാനുള്ള ഗുസ്തി മത്സരം നടക്കുക. ആ കാശ് കിട്ടുമ്പോ ഞാൻ ബാങ്കിൽ അടച്ചോളാം. അതുവരെ കാത്തിരിക്കാനൊന്നും പറ്റൂല. നാളെ തന്നെ പലിശ 6000 രൂപ അടച്ചില്ലെങ്കിലേ ഈ വീടും പറമ്പ് ജപ്തി ചെയ്യും. ആ, നാളെ തന്നെ ബാങ്കിലെ കാശ് അടക്കണമെങ്കിൽ ഞാൻ ഇന്ന് വേറൊരു ബാങ്കിൽ കയറേണ്ടി വരും. ലോൺ എടുക്കാനാണ്? മോഷ്ടിക്കാൻ. എന്നൊരു കള്ളനാക്കണോ? നീ എന്ത് പറഞ്ഞാലും ശരി, നാളെ തന്നെ കാശ് അടച്ചില്ലെങ്കിലേ ഉള്ള ഈ വീടും കൂടി പോകുന്നു ഓർത്തോ. ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? എന്താ സംഭവിച്ചത്? ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ നിങ്ങളുടെ കാള? കാളയുടെ ഒരു യോഗ. കാളയോഗം. അവൻ ഉപദ്രവിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? അത് പിന്നെയും പോയാ? കണ്ടില്ലേ നാശം? ഇപ്പോഴും അവിടെ നിന്ന് സ്വീകരിക്കുക. അമ്പട കള്ള, കാര്യം ഒപ്പിച്ചല്ലേ? ഭാഗ്യവാൻ. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. നീ ചത്തില്ല അല്ലേ? സാറ് ചാവാത്ത സ്ഥിതിക്ക് നമ്മൾ അതും കൊണ്ട് നടക്കണോ? കൊടുത്തേക്ക് കൊടുത്തേക്ക്. എന്ത് നേരത്തെ നീ എനിക്ക് തന്നില്ലേ? അതാ എന്താണ് ഇവന് കൊടുത്തതാ. അയ്യോ, പണ്ടേ ഇങ്ങനെ വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കത്തില്ല. വൃത്തികെട്ടവൻ. എന്താ ഇത്? ഞാനിപ്പൊ തിരിച്ചു കൊടുത്തു തുടങ്ങി. അവൻ ഇത്ര പെട്ടെന്ന് നന്നായ? ചന്ദനലേവ സുഗന്ധം പൂശിയതാരോ കാറ്റോ മാലതിയോ.
സൂര്യേട്ടൻ ഇങ്ങനെ നീന്തൽ പിടിപ്പിട്ട് കാര്യമില്ല. ആദ്യം സൂര്യയുടെ കരയിലേക്ക് കയറുക, എന്നിട്ട് കൊച്ചിനടുത്ത് കുളത്തിന്റെ നടുവിലേക്ക് എറിയുക. അവിടെ കിടന്ന് കൊച്ചു മുങ്ങിയും താന്ന് നീന്തൽ പഠിച്ചോളും. അങ്ങനെ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും കൈ ഇങ്ങനെ വെച്ചു കൊടുക്കേണ്ടി വരും. എങ്ങനെ ആദ്യം കൊച്ചിനെടുത്തോ, എന്നിട്ട് എറിയാ. വല്യമ്മേ, വെറുതെ അവിടെ കയറി ഇരിക്കാതെ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി കുളിക്കടാ. അങ്ങനെ ചെയ്യാല്ലേ? പിന്നല്ലാതെ മോള് ഇവിടെ ഇരിക്ക്. ഇങ്ങനെ മുങ്ങി കുളിക്കുമ്പോ നല്ല സുഖാ. ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങി കുളിക്കടാ. പിന്നെ എന്നിട്ടാണ് പൊതുക്കോന്നും പറഞ്ഞ് വെള്ളത്തിൽ വീണ് ചാവാൻ. വെള്ളത്തിൽ വീണ് ചത്താലേ വീട്ടിൽ ചെല്ലുമ്പോ അച്ഛൻ എന്നെ കൊല്ലും. അമ്മേ, ഇപ്പൊ ഞാൻ വെള്ളത്തിൽ വീണാനെ. ഈ സോപ്പിനൊരു നാണില്ല. എങ്ങനെ പോയെന്ന് നോക്കിയേ. താനെന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി വന്നേ? തനിക്ക് അപ്പുറത്തെ കടവിൽ പോയി കുളിച്ചൂടെ? ഒരു ചരക്ക് സീൻ കാണാൻ വന്നതാ വൃത്തികെട്ടവൻ. കണ്ടാലറിയാ പെണ്ണുപിടിയാണെന്ന്. സൂര്യേട്ട ഇവിടെ എന്തായാലും ഒരു മൂത്രപ്പര കിട്ടണം. മൂത്രപ്പര്? മൂത്രപ്പരല്ല, മറപ്പര. ഇങ്ങനെ നഗ്നയായിട്ട് കുളിക്കാൻ എന്നെ കിട്ടൂല. എന്നാ പിന്നെ നിനക്ക് വീട്ടിൽ പോയി കുളിച്ചൂടെ? സൂര്യേട്ട രാവിലെ തന്നെ വഴക്കിന് വരരുതട്ടോ. ചേച്ചി കഴിഞ്ഞ എന്ത് കഴിഞ്ഞു? ഗോതമ്പ് പൊടിച്ച് കഴിഞ്ഞു. അത് എത്ര നേരെ പൊടിച്ചു വെച്ചിരിക്കുന്നു? കാശ് വന്നിട്ട് എടുത്തോണ്ട് പോടാ. അല്ല ചേച്ചി, നമ്മുടെ സഖാവ് ചെത്തുകാരൻ കണാരൻ ചേട്ടൻ വരാറുണ്ടോ? കണാരേട്ടൻ വരാറുണ്ട്, പോവാറുണ്ട്. അതിന് നിനക്കെന്താ കാര്യം? എനിക്കെന്ത് കാര്യം? കണാരേട്ടൻ വന്നാ കണാരേട്ടനല്ലേ കാര്യം? എന്താ? അല്ല, വെറുതെ വിശേഷം ചോദിച്ചെന്നുള്ളൂ. കണാരേട്ടനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതെന്താ? അല്ല, കണ്ടപ്പോ ഓടൂലേ? കണാരേട്ടനോ? അല്ല, ഞാൻ കാശ് കൊടുക്കാനുള്ളതുകൊണ്ടേ. കണാരേട്ടൻ നിന്നെ അന്വേഷിച്ചോണ്ട് നടക്കുന്നുണ്ട്. ഈ കണാരേട്ടനൊന്നും ബുദ്ധിയില്ലട്ടാ. എന്തിനാണ് എന്നെ അന്വേഷിക്കണേ? എന്റെ കയ്യിൽ കാശില്ലെന്ന് അറിഞ്ഞൂടെ? നീ അങ്ങേരുടെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട. ചേറ്റുകത്തോണ്ട് നിന്റെ കയ്യും കാലും അരിഞ്ഞിടും. ചേച്ചി വിചാരിച്ച അതൊന്നും ഒഴിവാക്കി കിട്ടും. ഞാൻ വിചാരിച്ചിട്ട് എന്റെ കടം പോലും ഒഴിവാക്കി കിട്ടിയിട്ടില്ല. അപ്പൊ ചേച്ചിയും കട, കണാരേട്ടനും കട. പോടാ അവിടുന്ന്. അപ്പൊ ശരി ചേച്ചി. കാശ് വെച്ചിട്ട് പോടാ. കാശ് വെക്കാനോ? ഇത് ഗോതമ്പൊടിയല്ലേ? അതെന്നെയാ പറഞ്ഞത്. ഗോതമ്പ് പൊടിച്ച് എന്റെ കാശ് വെച്ചിട്ട് പോവാൻ. ചേച്ചി, അത് നീ എനിക്ക് എത്ര തരാനുണ്ടെന്ന് അറിയാലോ. ചേച്ചിയോട് ഞാൻ പല തവണ പറഞ്ഞിട്ട് എഴുതി വെക്ക് എനിക്ക് മറന്നു പോകുന്നു. ഇപ്പൊ തന്നെ മറന്നു പോയില്ലേ? എനിക്ക് എല്ലാവരും കിടന്ന് ഓർത്തു വെക്കാൻ പറ്റൂ. എന്നാ ഞാൻ മറന്നിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? മോനെ നീല, ഇപ്പൊ പൊടിച്ച എന്റെ 5 രൂപയും കൂടി ചേർത്ത് 85 രൂപ തരാനുണ്ട്. അപ്പൊ പഴയ 80 അവിടെ നിൽക്കട്ടെ, ഇപ്പോഴത്തെ 5 തരാം. എന്നത്താ? അല്ല, ഇപ്പോഴല്ല. ഞാൻ ഈ ഗോതമ്പൊടി കൊണ്ട് പലചരക്കടെ കൊടുത്തിട്ട് അവിടുന്ന് കാശ് വാങ്ങിച്ചിട്ട് ചേച്ചി കൊണ്ടുവന്നേരാം. വരട്ടെ? അല്ല, കണാരം ഉള്ള വഴിക്ക് പോണ്ടെന്ന് പറയാ. നല്ല മണിക്കാത്ത കുറ്റിക്കാടായിരുന്നു. അതൊക്കെ വെട്ടി നിരപ്പാക്കി തെങ്ങും കമ്പുമൊക്കെ വെച്ച് അത്യാവശ്യ കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങുമേലൻ ജീവന്റെ ജീവനിരിപ്പു. പാമ്പേ, മലം പാമ്പേ. പാമ്പല്ലായിരുന്നു, പേടിച്ചു. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങിന്മേലൻ ജീവന്റെ ജീവനിരിപ്പു. അയ്യോ അയ്യോ അമ്മച്ചി, കാശെടുത്തേ. എന്റെ കാശെടുത്തേ. കാശായിരുന്ന? അയ്യോ, അത് അവിടെ വെച്ച് പറഞ്ഞാൽ പോരായിരുന്ന. കാശെടുക്കണം, തരാം. കാശ് ഞാൻ ഇതിന്റെ അകത്ത് ഇരിക്കുന്നു, ആരും കാണാതിരിക്കും. ഇത് പിടിച്ചേ, പിടിക്കേ. അത് ശരി. വീട്ടിൽ കൊണ്ടേക്കാ. കുറച്ച് വെള്ളം എടുത്തോ. വെള്ളം, ഒരു ഗ്ലാസ് വെള്ളോ? ഇതെന്തിനാ? കുടിക്കാൻ. കുടിക്കാനല്ല, ഈ വേണ്ട, ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഗോതമ്പൊടി എന്തേ? അത് കണാരം കൊണ്ടുവരും. ബക്കറ്റ് മേടിച്ചൊക്കെ മറക്കണ്ട. ഇപ്പൊ മനസ്സിലായോ? ഇത് നമ്മുടെ കണാരനല്ലേ? നിനക്കിത് എന്ത് പറ്റിയടാ? ഒരുമാതിരി വർത്താനം പറഞ്ഞു കേട്ടോ. എവിടെയാണ് നാറി? നാറിയോ? ആ, നിങ്ങളുടെ മോനെയായി ചോദിച്ചത്. കടം വാങ്ങിയ കാശ് ചോദിച്ചാ ഈ പരുവാക്കിയത്.
കണ്ണി പൊടിയിട്ട് മുങ്ങുന്നില്ല അപ്പാട്ടി. നീലാണ്ടിന്റെ കാര്യമാണോ പറയണേ? അല്ല, അവന്റെ അപ്പന്റെ കാര്യം. വിളിക്കണ്ടവനെ. ഇറക്കി വിട്ടാന്റെ സ്വഭാവം മാറും. ഇറക്കി വിടാൻ ഓനവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഓ പുറകിൽ കൂടെ മുങ്ങി. ഓ, എന്നാ പിന്നാലെ ഓടാറുന്നില്ലടോ. അത് പിന്നെ ഞമ്മ മീൻ നിനക്ക് കിട്ടാനല്ലേ കുറച്ച് പൈസ. ഓനേത് ദുര്യാവിന്റെ ഉള്ളിൽ പോയി വിളിച്ചാലും പടച്ചോനാണ് ഓനെ നമ്മളെ പോക്കും. ഇങ്ങനെ ഒരു നാറിയുടെ കൂടെയാണോ നീ ജീവിക്കുന്നത്? പന്മ പറഞ്ഞേക്ക്, അവന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ഈ അവനെ കണ്ട എന്ത് പറയാം? അത് ഞമ്മളെ എന്താണ് വേറെന്താ മീനുള്ളത്? അയിലുണ്ട്, ആകുലുണ്ട്, ചെമ്മീനുണ്ട്, കരിമീനുണ്ട്. പച്ചേക്കില് തള്ളക്ക് തരൂല. നീ എന്താ അങ്ങനെ പറയുന്നേ? തരാനുള്ള കാശ് വെക്കണല്ലേ, എന്നിട്ട് മീൻ മേടിച്ച് മുഴുങ്ങ്. കയ്യിൽ കാശില്ലെങ്കിൽ എന്താണ്? വയസ്സാം കാലത്ത് തള്ളയുടെ പൂതിക്ക് ഒരു കുറവുമില്ല. ആരും വരില്ല. ചേട്ടാ കുറുമ്പൻ. കുറുമ്പൻ? അതേത് കുറുമ്പൻ? ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേണ്ട. എന്താ ഇത്? കള്ളൻ. ആരോടെ ഇവിടെ സംസാരിക്കുന്നത്? പുറകെ പോയി നോക്കാം. വളകളോടെയും ഇങ്ങിതാ അണിയാത്ത വളകൾ ഇതുകൊണ്ട് മിന്നിപ്പിച്ചേക്കണേ. ആരുമില്ല. വേലു ഇവിടുന്നു ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേഗം വരാത്ത. വേലുവല്ലേ? ബാൽക്കണിയിൽ ആളുണ്ട്. ഇതെന്താ ഇപ്പൊ അതിരാത്രിയിലെ തേന്മാവിൻ കൊമ്പത്ത്? അതെ, ചക്ക വെളുത്താന്ന് നോക്കാൻ വേണ്ടി കയറിയതാ. മാവിലല്ലേ? പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തെണ്ടി അകത്ത് കയറിയിരിക്ക. ഞാൻ ഈ ഹൈക്കമാൻഡിൽ കയറി ഒന്ന് നിരീക്ഷണം നടത്താന്ന് കരുതി. നീ എന്താ ഇവിടെ? ഞാൻ ചിട്ടി പിടിക്കാൻ വന്നതാ. തെയ്യം പ്രമാണിച്ചകത്ത് നറുക്കെടുപ്പ് നടക്കിയ. ആണോ? ആ ഭാഗ്യവാൻ ആരാണോ? ഞാനാണ് ആ ഭാഗ്യവാൻ. ചുവന്ന പട്ട് സാരി എടുത്ത് വെള്ള മുല്ലപ്പൂ ചൂടി രത്നക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രത്നത്തിന്റെ ചുമലിൽ ചേർന്ന് ഇരിക്കുമ്പോ നിന്റെ കെട്ടിയോ ഞാൻ കാലമാറിന് അങ്ങനെ എപ്പോ കയറി വരുമോ? അതിന് ചേട്ടൻ ഇപ്പൊ വിയൂർ ജയിലല്ലേ? ഓ, അയാൾ ജയിൽ ഇടിഞ്ഞാലും പുറത്തിറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധന്യായാലും ഞാനും. രത്നം, രത്നം. കാള ഓച്ചിറ കാള. ഞാൻ വന്നു, വാതിൽ തുറക്ക്. അവൻ എന്നെ കണ്ടാ നമ്മളെ എല്ലാ ദിവസവും പൊളിയും. ഞാനിപ്പോ എവിടെ ഒന്ന് ഒളിക്കുക. എന്താ വരുന്നോ? വേഗം തുറക്ക്, നിന്റെ വേലു വന്നനാ. അത് കാളേന്ന്. ഇപ്പൊ പുറപ്പെട്ട നേരം വിളക്കുന്നതും ഓച്ചിറെത്താം. ഓച്ചിറയോ? രത്നം, നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വന്നവരെ ഞാൻ ഒടുവിൽ കാലം മാറരുത്. എന്റെ അമ്മ, ഇതേ വരുന്ന പുതിയ ചിട്ടിക്കാരൻ. ഇവിടെ ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. 3 പേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നുള്ള ഭർത്താവ് പിടിച്ചിരുന്നു. ചേട്ടൻ ജയിലിൽ ചാടി. ചാടിയോ? നീയോ? മിണ്ടണ്ട, തർക്കം വേണ്ട. ഇപ്പൊ നമുക്ക് രക്ഷപ്പെടണം. എന്റെ ഈശ്വര, ചേട്ടന്റെ കണ്ണുപെട്ട വെട്ടിക്കൊല്ലും. ഇതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ. അയാളെ കൊന്നിട്ടോ? അല്ല, പിന്നെ നിങ്ങൾ ഇയാളെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാന്ന് ഞാൻ പറഞ്ഞോളാം.
ആ മെലിഞ്ഞ പാവത്തിനെ കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാ. ഇനി മുകളിലുള്ളവൻ കാക്കണം. വേലു ആദ്യം കൊല്ലാൻ ഓടിച്ചിട്ടത് പറഞ്ഞു. പേടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചതാ. എന്താ കുട്ടി ഇത്? ഞാൻ മർദ്ദിക്കട്ടോ, നല്ല ജീവനോടെ കളിക്കൂ. എന്താ നിർത്തിയത്? മാഷെ ഇന്ന് ഇത്ര മതി. ഇനി വെസ്റ്റേൺ ഡാൻസിന്റെ മാഷ് ഇപ്പൊ വരും. മടുത്തു എനിക്ക് മടുത്തു. മോള് പോയി റെസ്റ്റ് എടുത്തോളൂ. എന്നാ തലക്ക് വെച്ചോളൂ. കഴിഞ്ഞു മാഷെ. ഇന്നത്തെ ക്ലാസ് കഴിച്ചു. വന്നപ്പോഴേ ഞാൻ പറയണോന്ന് വിചാരിച്ചതാ. ഉഷയെടുത്ത് വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. ഒരു മനസമാധാനം ഇല്ല മാഷെ. SSLC പരീക്ഷയാ വരുന്നത്. കണക്കിനാണെങ്കിൽ അവൾ അല്പം പുറകില്ല. കലോത്സവത്തിന് ഏതെങ്കിലും ഒരു എണ്ണത്തിന് ഫസ്റ്റ് കിട്ടിയ ഗ്രേസ് മാർക്ക് കിട്ടൂല്ലോ എന്ന് കരുതിയാ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. ഉഷയെടുത്ത് വിഷമിക്കണ്ട. അവക്ക് ഒന്നാം സമ്മാനം കിട്ടിയില്ലെങ്കിൽ മുരളിയേട്ടൻ പിന്നെ ഗൾഫിന് തിരിച്ചു വരില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എങ്ങനെ സംഭവിച്ച? ഉഷയെടുത്തേക്ക് ഞാനുണ്ട് എന്തിനും ഏതിനും. എന്താ മാഷെ ഇത്? കൈ തോളത്ത് പാമ്പല്ല. ഞാൻ കൈ എടുക്കണോ അതോ മകൾക്ക് ഒന്നാം സമ്മാനം വേണം? സമ്മാനം ഉറപ്പാ. മുതലാളി പേടിച്ചു പോയാ? ഇത് ഞാനാ നീലാണ്ടൻ. താൻ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാറിങ്ങിരിക്കുക. സാവിത്രി പറഞ്ഞിട്ടാ പേടിപ്പിച്ച് കൊല്ലാനാ? അല്ല, മുതലാളി വന്നിട്ട് അറിഞ്ഞാണം ചോദിക്കാൻ. ഇവിടെ വെച്ച ആ വാക്ക് മിണ്ടി പോരുത്. എന്തോന്ന് അറിഞ്ഞാണോന്നാ? മിണ്ടാണ്ട് എങ്ങനെയാണ് അറിഞ്ഞാണം കിട്ടുന്നത്? പറ. നീ എന്താ എന്നോട് കളിക്കാ? നീ കുറെ നാളായില്ല തുടങ്ങിയിട്ട്. നിന്നെ ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യൻ എന്ത് വൃത്തികേടായി കാണിക്കുന്നേ? അതും പട്ടാ പകല്. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. മുതലാളി എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചത്? ഇറങ്ങി പോടാ വൃത്തിയിട്ടവനെ. ഞാൻ പോകാം. അറിഞ്ഞാണോ വടക്കേ പറമ്പി വന്നു അവിടെ കുഴിച്ചിട്ടിരിക്ക. അല്ലാന്ന് എന്നെ കുഴിച്ചിട്ടാ പോടാ. ഈ നുറുക്കെന്താ വില? 50 പൈസ. 50 പൈസ നുറുക്കിന്? ഒന്നിന് 50 പൈസ. ദൈവമേ, അരിയുണ്ടാക്കി വട്ടൽ നുറുക്കിന് 50 പൈസ. ഈ കപ്പലിന്റെ വില? കപ്പലിന്റെ കിലോ 40 രൂപ. 40 രൂപ? ഈ മണ്ണെണ്ണ കപ്പലിക്ക് 40 രൂപ? അതേടോ. ഈ പൊരി എന്താ വില? താൻ എന്തായി കാണിക്കുന്നേ? അയ്യോ, പൊരിയല്ലേ? പൊരിയാണ്. ഞാൻ വിചാരിച്ചു പൊരിയല്ലെന്ന്. എന്താ കുറെ നേരമായി. ഒന്ന് ഇറങ്ങി പോടോ. ഹലോ, ഇങ്ങനെയാണെങ്കിൽ ആ ഇടപെട്ടിട്ട് ചാക്കിലേക്ക് ഒന്ന് തള്ളാമോ?